ബ്രൊക്കോളി തോരൻ വെച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. തേങ്ങ എല്ലാം ചേർത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടിയാണ് തോരൻ വെച്ചിട്ടുള്ളത്. ഇതിനായിട്ട് ആദ്യം ബ്രൊക്കോളി നല്ലപോലെ കഴുകിയെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ബ്രൊക്കോളി എല്ലാം ഇട്ട് കൊടുക്കുക. ബ്രൊക്കോളി നല്ലപോലെ കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിനെ വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് വേവിക്കരുത്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ഈ പച്ച കളറെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. പെട്ടെന്ന് റെഡിയാക്കി കിട്ടത്, ഒത്തിരി വേവൊന്നുമില്ല ഇതിനായിട്ട്. അത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിന് ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇട്ടിട്ട് പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണിത്. തേങ്ങ എല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തേങ്ങ ചിരകിയതില്ലെങ്കിൽ തേങ്ങ കൊത്തിട്ടാലും മതി, നല്ല ടേസ്റ്റാണ്. ചോറിലേക്കും ചപ്പാത്തിലേക്കൊക്കെ മാച്ചായിട്ടുള്ള ഒരു തോരനാണിത്. ഡയറ്റ് ചെയ്യുന്നവർക്കെല്ലാം നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.